പുതുതായിട്ട് വീടെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പുതിയൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് സജഷൻ ചെയ്യുന്നത് ഡിസൈനിങ് തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഒരു പ്രയാസവും കാര്യങ്ങളും എല്ലാം എനിക്ക് മൊത്തമായിട്ടൊന്ന് മാറ്റി തന്നത് ഡിസൈനിങ്ങിന്റെ ടീം തന്നെയാണ്. അതിൽ ഇനിയിപ്പോ നമ്മളെ വീട് എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ പ്ലാനിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കാര്യം പറയല്ലോ. അത് എന്തെങ്കിലും ഒരാൾ വേറെ പ്ലാൻ വരക്കുന്നുണ്ടെങ്കിലും ഒന്ന് ധന്യനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളൊരു പ്ലാന് അവരുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഡിസ്കസ് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ടൊന്ന് നിങ്ങൾ ചെയ്താൽ മതി എന്നേ പറയുള്ളൂ. അവര് എല്ലാരും വന്നിട്ട് ഈ പ്ലാനിന്റെ കാര്യവും ഇതെല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അത്രയും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് പൂർണ്ണ സംതൃപ്തി ഉള്ള ഒരാളുമാണ്. പ്രവാസി എന്നുള്ള പിന്നെ എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടതും പിടിച്ചതല്ല ഇവളാണ്. ഇവളെന്നെയാണ് പിന്നെ അവരുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്തിട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഞാൻ പിന്നെ വിളിക്കുന്നത് ശ്രീത്തിനെയും വിജയ്സിനെയും ഒക്കെയാ വിളിക്കല്, ധന്യനെയും അടക്കം വിളിക്കലുണ്ട്. പിന്നെ എന്തുണ്ടെങ്കിൽ ഇവർ എന്നോ ആയിട്ട് ഡിസ്കസ് ചെയ്യലുണ്ട്. അറിയിച്ചിട്ടേ ചെയ്യലുള്ളൂ. പിന്നെ ഞാൻ അതിൽ എനിക്ക് കുറെ ഭാഗം ടെൻഷൻ പോയി, കുറെ ഭാഗം നല്ല 85% ടെൻഷൻ പോയത് ഇവർക്ക് കൊടുത്തതിന് ശേഷം. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് പോലും ഞാൻ അറിയില്ല. വല്ലാത്തൊരു അത് വിളിച്ച് അങ്ങോട്ടേക്ക് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു ഡിസൈനിന്റെ. കാരണം ഓരോ വർക്ക് നടത്തുമ്പോഴും അവരപ്പം നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. അങ്ങനെ ഞാൻ അറിയുന്നതിനേക്കാളും മുന്നേ ഇവർ കാണും. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് ഇവര് കൃത്യമായിട്ട് നോക്കലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വിജയ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. എനിക്കൊന്നും എത്താൻ പറ്റിയില്ല, നാളെ വന്ന് നോക്കാന്നുള്ള ഒരു റീപ്ലൈ എങ്കിലും അവർ തരാറുണ്ട്. അതിപ്പോ ധന്യ മേഡായാലും ശ്രീ സാർ ആയാലും വിജയ് ചേട്ടനായാലും അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് വർക്ക് കൊടുക്കുന്നതല്ല, നിങ്ങൾ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ടാവും ഇവരെ കുറിച്ച്. അപ്പൊ നമ്മള് പറയുന്നത് പ്രയാസങ്ങൾ അത്രയും കൂടുതലാണ്. ഫസ്റ്റത്തെ ഒരു പ്രയാസം. പക്ഷെ ഇത് ഇങ്ങനെ ആയി തീരോ എന്നുള്ള ഒരു ടെൻഷൻ ഇപ്പൊ ഒരു 2 മാസം മുന്നേയും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായത്തില് ഒരു വീടെടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഡിസൈൻ തന്നെയാണ്. നമ്മളൊരു അനുഭവം, വലിയൊരു അനുഭവം, നമ്മളെ അനുഭവത്തിന്റെ പേരിൽ പറയുന്നതാണ്.